ഞാൻ ഈ മമ്മൂട്ടിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ ഇട്ടിട്ടുണ്ട്. നമ്മളെ വിസ്മയിപ്പിക്കുന്ന അതുല്യമായ നടന വൈഭവമുള്ള മഹാനടനാണ് മമ്മൂട്ടി. അവസാനം കണ്ടതിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സിനിമ ഭ്രമയുഗമാണ്. രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു സിനിമ ഇന്നത്തെ കാലത്ത് എടുത്തു. അതിലെ മമ്മൂട്ടിയുടെ അഭിനയ പാഠവം അസാമാന്യമാണ്. അപ്പം നമുക്ക് മമ്മൂട്ടിയെ ചിലപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറയും, മോഹൻലാലിൻ്റെ കൺപീലി പോലും അഭിനയിക്കുമെന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ആപാദചൂടം മമ്മൂട്ടി അഭിനയിച്ച സിനിമ, അത്തരം സിനിമകൾ നിർഭാഗ്യവശാൽ കുറവാണ്. മമ്മൂട്ടിയുടെ ഒരു ചാമും ഒരു കരിസ്മയും ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചില പ്രത്യേകതരം വേഷങ്ങളാണ് മമ്മൂട്ടിക്ക് കിട്ടുന്നത്. മമ്മൂട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത നടന്മാർ കുറവാണ്. സംവിധായകർ കുറവാണ്. മോഹൻലാലിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. മോഹൻലാലിൻ്റെ പ്രതിഭയെ ചൂഷണം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആളുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മോശം സിനിമകളും ഈ രണ്ട് വലിയ നടന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ റദ്ദാക്കപ്പെടുന്നു, മമ്മൂട്ടി ഒഴിവാക്കി എന്ന് പറയുന്നു. ഇടയ്ക്ക് മമ്മൂട്ടിയെക്കുറിച്ച് ചില വാർത്തകൾ വന്നു, അദ്ദേഹത്തിന് സുഖമില്ല. നമ്മളന്ന് ആ വാർത്ത കൊടുത്തില്ല കേട്ടോ, കാരണം മമ്മൂട്ടിക്ക് സുഖമില്ലാതെ ചികിത്സയിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു അസാന്നിധ്യം ഇപ്പോൾ വല്ലാതെ മലയാള സിനിമയിലുണ്ട്. അമ്മയുടെ യോഗത്തിന് മമ്മൂട്ടിയെ കണ്ടില്ല. അപ്പോൾ നമ്മളോട് ചിലരൊക്കെ ചോദിച്ചു, നിങ്ങളെന്താണ് മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മുത്തിനെ നിങ്ങൾ വിട്ടുകളഞ്ഞോ? മമ്മൂട്ടി മലയാളക്ക് എന്നും വേണ്ടുന്ന മലയാളിയുടെ സ്വകാര്യ അഭിമാനമാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രണ്ട് വലിയ നടന്മാരും മോഹൻലാലും മമ്മൂട്ടിയും രണ്ട് തരത്തിൽ വലിയ നടന്മാരാണ്. രണ്ട് തരത്തിലുള്ള സ്കൂൾ ഓഫ് ആക്ടിംഗ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. മോഹൻലാല് ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റാണ്. ഈ നാച്ചുറൽ ആർട്ടിസ്റ്റാണ് എന്നുള്ള പ്രയോഗം നടത്തിയത് മോഹൻലാലിനെ പോലെ വേറൊരാളില്ല എന്ന് പ്രയോഗം നടത്തിയത് രജനീകാന്താണ്. കംപ്ലീറ്റ് ആക്ടറും കൂടിയാണ്. അത് വേറെയാണ്. അതെന്ന് വെച്ചാൽ, പക്ഷേ മമ്മൂട്ടി നേരെ തിരിച്ചാണ്. രജനീകാന്ത് എന്താ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത്? രജനീകാന്ത് പറഞ്ഞ ഈസ് നാച്ചുറൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാഭാവിക അല്ല, ആക്ടിങ് ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരും. അതിന് അദ്ദേഹത്തിന് കഷ്ടപ്പെടേണ്ടി വരില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് വരും. കൺപുരികം പോലും അദ്ദേഹം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല. അദ്ദേഹം നിൽക്കുമ്പോൾ ആ ക്യാരക്ടർ അങ്ങനെയായിട്ട് മാറും. അതാണ് ഈ നാച്ചുറൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. മമ്മൂട്ടി കംപ്ലീറ്റ്ലി മെയ്ഡപ്പ് ആർട്ടിസ്റ്റാണ്. ഓരോ ഭാവവും എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ മുൻകൂട്ടി ആലോചിച്ച് അഭിനയം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അവതരിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്തരിക സംഘർഷങ്ങളുണ്ടല്ലോ മനുഷ്യൻ്റെ, ആ ആന്തരിക സംഘർഷങ്ങൾ ഇത്ര മനോഹരമായും ഗംഭീരമായും മനസ്സിൽ തട്ടുന്ന വിധത്തിലും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നതിന് മമ്മൂട്ടിക്കുള്ള കഴിവ് മറ്റു പലരിലും നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നാണ്. അതാണ് മമ്മൂട്ടിയുടെ ഒരു രംഗം എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ സുനിൽ സൂചിപ്പിച്ച രീതിയിൽ ആ ഒരു കഴിവിന് അധികം പേര് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യുക വെച്ചാൽ, മമ്മൂട്ടി ഇങ്ങനെ വളരെ സിംപ്ലറായിട്ട് കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് 6 പീസ് സ്യൂട്ടിൽ അടിയിടി ഇതൊക്കെയാണ്. പക്ഷെ അതൊക്കെ അല്ലാത്തൊരു വലിയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, മഹാരാജാസ് കോളേജിൽ മമ്മൂട്ടി ഹാസ്യ നടനായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. കോളേജിൽ മമ്മൂട്ടി ഹാസ്യ നടനായിരുന്നു എന്ന് മാത്രവുമല്ല, അക്കാലത്ത് മഹാരാജാസ് കോളേജിൽ അന്ന് ഒരു 7-ാം യാമം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അത് മഹാരാജാസ് കോളേജിലെ ഒരു വിദ്യാർത്ഥി എഴുതി, മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുകയും അവർക്ക് യൂണിവേഴ്സിറ്റി നാടക മത്സരത്തിൽ സമ്മാനം കിട്ടുകയും ചെയ്തതാണ് നാടകമാണ് 7-ാം യാമം. ആ 7-ാം യാമം എന്ന് പറഞ്ഞ നാടകത്തിൽ മമ്മൂട്ടിയുണ്ട്. പക്ഷെ അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടിയേക്കുന്നത് വേറൊരാൾക്കാണ്. മമ്മൂട്ടിക്ക് ഒരിക്കലും മഹാരാജാസ് കോളേജിൽ ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടില്ല. അങ്ങനെയുണ്ട്. അത് മമ്മൂട്ടിക്ക് ഇപ്പോഴും വിഷമമുള്ളൊരു കാര്യമാണ്. ഇത്രയും നാഷണൽ അവാർഡ് കിട്ടിയിട്ട് 4-5 നാഷണൽ അവാർഡ്, അതിനേക്കാൾ എത്രയോ സ്റ്റേറ്റ് അവാർഡ്, എത്രയോ വലിയ സംവിധായകരുടെ വലിയ ക്യാരക്ടേഴ്സും സിനിമയും ഒക്കെ അവതരിപ്പിച്ചിട്ടും ഇപ്പോഴും മമ്മൂട്ടിയുടെ മനസ്സിൽ അവശേഷിച്ചിട്ടുള്ള ദുഃഖങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, മഹാരാജാസ് കോളേജിൽ അഭിനയിച്ചപ്പോൾ മികച്ച നടനായില്ല, ബെസ്റ്റ് ആക്ടർ ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തുടങ്ങി വരികയും മമ്മൂട്ടിയെ സിനിമയിലേക്ക് മമ്മൂട്ടി നേരത്തെ ഒരെണ്ണം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടിയെ MT വാസുദേവൻ നായർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് S. രമേശൻ എന്ന് പറയുന്ന ഒരു മഹാരാജാസ് കോളേജിലെ
യൂണിയൻ ചെയർമാനായിട്ട് 2 പ്രാവശ്യം അടുപ്പിച്ച് യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് എസ് രമേശൻ. അപ്പോൾ രമേശൻ അന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് മാതൃഭൂമി വിഷുപ്പതിപ്പിൽ കവിത എഴുതിയിട്ട് കവിതയ്ക്ക് സമ്മാനമൊക്കെ കിട്ടി നിൽക്കുന്ന ആളാണ്. MT വാസുദേവൻ നായർക്ക് രമേശനെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ മാരേസ് കോളേജിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി MT വാസുദേവൻ നായർ MT വന്നപ്പോൾ MTക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കുറേ പേരെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിൽ MT സെലക്ട് ചെയ്ത ഒരാൾ മമ്മൂട്ടിയായിരുന്നു. അങ്ങനെയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ, അന്ന് സുകുമാരനാണ് കത്തി നിൽക്കുന്ന ആളും, അതിനകത്ത് സുകുമാരനും ശ്രീവിദ്യയൊക്കെ അഭിനയിച്ച സിനിമ, ആ സിനിമയിൽ ഒരു റോള് ഇയാൾക്ക് കിട്ടി. ഇദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ വേറെ ഉണ്ട്, അല്ലല്ല അത് ഇത് തന്നെയാണ് ഭേദപ്പെട്ട സിനിമ. ഇത് ഭേദപ്പെട്ട സിനിമ ഇത് തന്നെയാണ്. അത് കഴിഞ്ഞ് അതിന് മുൻപ് ഒരു ചെറിയ ഒരു വള്ളക്കാരൻ്റെ ഒരുപാട് മുൻപാണ് അത് ഈയിടെയാണ് അതിനെക്കുറിച്ച് നമ്മൾ പോലും അറിയുന്നത്. ആ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ സിനിമയിൽ ഇത് മമ്മൂട്ടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ചെറിയ റോളാണ്. ഒരു കടത്തുകാരൻ ആബ്സെൻ്റ് ആയിരുന്നു, അതിന് പകരം വരുന്ന ഒന്നൊരു കടത്തുകാരനാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മമ്മൂട്ടിയുടെ ഒരു ശ്രദ്ധേയമായ വേഷം വരുന്നതെന്ന് വെച്ചാൽ, അത് ഈ വൈപ്പിൻ മദ്യദുരന്തം നടന്ന സമയത്തൊരു സിനിമ ഉണ്ടായിരുന്നു, ഈ നാട് ഐ വി ശശിയുടെ വലിയ ഹിറ്റായ സിനിമയാണ്. മമ്മൂട്ടി അതിനകത്ത് നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരു ജേർണലിസ്റ്റാണ് ഞാൻ. അത് ശരി. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾ പോയ വണ്ടി ഒരു ടാക്സിക്കാണ് പോകുന്നത്. ആ ടാക്സി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇതിങ്ങനെ ഇല പൊഴിയുന്ന രീതിയിൽ ആളുകൾ മരിച്ചു വീഴുകയാണ്. അപ്പോൾ അവരെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ വണ്ടി ഉപയോഗിച്ചു. തിരിച്ച് വരുന്ന സമയത്ത് ഞാനും ഫോട്ടോഗ്രാഫർ ഡൊമിനിക്കും ഉണ്ട്. ഞങ്ങൾ വന്നത് മമ്മൂട്ടിയുടെ വണ്ടിയിലാണ്. മമ്മൂട്ടി അന്ന് മഞ്ചേരിയിൽ പ്രാക്ടീസ് ഉണ്ട്. മമ്മൂട്ടി, ഭാര്യ, മൂത്ത മകൾ, അവരുടെ ആ കുട്ടിയുടെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. മമ്മൂട്ടിയുടെ അവൾ കൊച്ചു കുഞ്ഞ്, അധികം ആയിട്ടില്ല. അപ്പോൾ അന്ന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടിയെ നിർത്തിയിട്ട് ഞങ്ങൾ ജങ്കാറിന്, മമ്മൂട്ടിയുടെ വണ്ടിക്ക് ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് വൈപ്പിൻ വഴിയാണ് മമ്മൂട്ടി വന്നത്, ജങ്കാറിന് ഇപ്പുറത്തേക്ക് ഇറങ്ങിയാണ്, എറണാകുളത്തേക്ക് വരുന്നത്. വൈപ്പിനൊക്കെ ഐലൻഡാണ്, വൈപ്പ് എല്ലാ ഐലൻഡാണ്, പാലമൊന്നുമില്ല. അപ്പോൾ ജങ്കാറിന് വരുന്ന സമയത്ത് ആ ഹാർബറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിത്രം, അതായത് ഈ മമ്മൂട്ടിയും സുലു എന്നാണല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്, അതെ, ഈ കുഞ്ഞും കൂടി നിൽക്കുന്ന ഒരു ചിത്രം എടുത്തിട്ട് ആ ചിത്രം വെച്ച് മമ്മൂട്ടിയെക്കുറിച്ച് സുദീർഘമായൊരു ലേഖനം അന്ന് വീക്ഷണത്തിൽ. ഡൊമിനിക്കാണായിരിക്കും പടമെടുത്തത്. ഡൊമിനിക്കാണ് പടമെടുത്തത്. ഡൊമിനിക്കാണെന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡൊമിനിക്കാണ് ആ പടമെടുത്തത്. അത് വെച്ചിട്ട് ഞാനൊരു ലേഖനം എഴുതി. അപ്പോൾ അന്ന് ഞങ്ങളുടെ പത്രാധിപർ CP സാറാണ്. CP സാറിന് 2 കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തും എഴുതാം. ഒന്ന് സിനിമയും 2 സ്പോർട്സുമാണ്. ബാക്കി എന്തെഴുതിയാലും പുള്ളി ഇടപെടും. അപ്പോൾ ഇത് 2 എഴുതിയിട്ട് എൻ്റെ അടുത്ത്, അപ്പോൾ മമ്മൂട്ടി ഇനി വരാൻ പോകുന്ന ഈ സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കാലമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോൾ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ എൻ്റെ അടുത്ത്, രാധാകൃഷ്ണൻ എഴുതിയിരിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ ശരിയാണല്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂട്ടി ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, പിന്നീട് മമ്മൂട്ടിക്ക് ഒരുപാട് കിട്ടിയൊരു വേഷം, പോലീസ് വേഷം. ആ പോലീസ് വേഷം യവനികയിലാണ് വരുന്നത്. ആ യവനികയിൽ ഞാൻ ഒരു രംഗം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ഈ അയ്യപ്പൻ്റെ മിസ്സിംഗ് മരണം അന്വേഷിക്കാൻ പറ്റും. അല്ല, ആ യവനികയിൽ ഒരു രംഗം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ജഗതി ശ്രീകുമാർ പോയിട്ട് എന്നെ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ, അച്ഛന് തളർവാദമാണ്, 3-4 പെങ്ങന്മാരുണ്ട്, കെട്ടിച്ചിട്ടില്ല, അമ്മയ്ക്ക് ഭ്രാന്തുമാണ്, അപ്പോൾ ഞാൻ ചിരിച്ചു പോകും സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റ സെക്കൻഡിൽ ഇയാളുടെ ഈ പോലീസ് ഓഫീസറുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യനുണ്ടല്ല, ആ മനുഷ്യൻ ഉണർന്നു വരുന്ന ഒരു രംഗം 1 മിനിറ്റിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. അത് മമ്മൂട്ടി അവരുടെ അഭിനയ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച രംഗങ്ങളിൽ ഒന്നാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാനത് ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. അതോടുകൂടി പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ മമ്മൂട്ടി ഒരു പോലീസ് ഓഫീസറായിട്ട് ഫിക്സ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ നാടിലെ അഭിനയം, അത് കഴിഞ്ഞ് ഇതിലെ അഭിനയം, അതിന് പിന്നെ മേള എന്ന് പറഞ്ഞ സിനിമയിലുള്ള അഭിനയം, ഈ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് മമ്മൂട്ടിയുടെ നടൻ വികസിച്ച് വന്നതും. പിന്നെ മമ്മൂട്ടി ഇങ്ങനെ വരികയും
അപ്പോൾ മമ്മൂട്ടിയെ ഒരു ടൈപ്പാക്കി മാറ്റി സംവിധായകർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് നിന്നുകൊടുക്കാതിരിക്കാൻ അതെ, ഇൻഡസ്ട്രി അങ്ങനെയാണല്ലോ. കാരണം ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് സിനിമയിൽ അഭിനയിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് വക്കീൽ പണി ഉപേക്ഷിക്കുകയും ചെയ്ത്. മറ്റേ മഞ്ചേരി ശ്രീധരൻ നായരില്ലേ, മഞ്ചേരി ശ്രീധരൻ നായരുടെ ജൂനിയറായിട്ടാണ് മഞ്ചേരിയിൽ ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന മഞ്ചേരി ശ്രീധരൻ നായരുടെ ജൂനിയർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അതെന്താണ് ഇവിടുന്ന് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആണെങ്കിൽ ഈ ലോ കോളേജിൽ പാസ്സായി വരുന്ന എല്ലാവരും എറണാകുളത്ത് വക്കീലായിട്ട് നിൽക്കല്ലേ. അപ്പോൾ അവിടെ കുറച്ച് കുറവുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോയതാണ് കേസ്. മഞ്ചേരിയുടെ ഓഫീസ് നല്ല ഓഫീസുമാണ്. മഞ്ചേരിയുടെ ഓഫീസിൽ കിട്ടുകയും ചെയ്ത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാലെന്ന് വെച്ചാൽ ഈ ക്രിമിനൽ കേസുകളിലൊക്കെ നന്നായിട്ടുള്ളൊരു നല്ലൊരിത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം എന്ന് കരുതി പോയതാണ്. ആ പോക്ക് പോയിട്ട് പിന്നെ പുള്ളി നേരെ പോയി വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലാണ്. അത് മലയാളത്തിൻ്റെ വലിയ ഭാഗ്യമാണത്. മലയാള സിനിമയ്ക്ക് അങ്ങേരെ ചെയ്തേക്കണതെന്ന് വെച്ചാൽ അങ്ങേരുടെ അഭിനയം ഉണ്ടല്ലോ. അത് മാത്രമല്ല സാർ, ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് മലയാളി നമ്മൾ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള നല്ല മസിൽമാന്മാരായിട്ടുള്ള നടന്മാരെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ മലയാളത്തിലെ ആണിൻ്റെ പൗരുഷം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി തന്നെയാണ്. ആ ശബ്ദവും ആ ഗാംഭീര്യവും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ട്. അതെ ഉണ്ട്, അതുണ്ട്. പിന്നെ മമ്മൂട്ടിയേക്കാൾ പൊക്കമുള്ള ഒരേ ഒരു നടനുള്ളത് ജയറാമാണ്. മമ്മൂട്ടിയേക്കാൾ പൊക്കം. അതെയോ? 1 ഇഞ്ച് പൊക്കം കൂടുതലാണ്. ശരി, അത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ എങ്ങനെ സാറ് മനസ്സിലാക്കി? ഏതായാലും മമ്മൂട്ടി, പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അതിന് ശേഷം പിന്നെ മമ്മൂട്ടിയുടെ വലിയ അഭിനയ തികവുകളുള്ള റോള് വന്നു. അതെ, MT വാസുദേവൻ നായരുടെ തന്നെ വടക്കൻ വീരഗാഥ വരുന്നു. അതിനകത്ത് ഡയലോഗുകളൊക്കെ MTയുടെ ഡയലോഗുകളൊക്കെ മമ്മൂട്ടിയിലൂടെ വരുമ്പോൾ അല്ല, അത് മാത്രമല്ല ത്രസിപ്പിക്കുന്ന ഡയലോഗുകളാണ്. മറ്റേ ഇയാളില്ലേ, എന്താണ് നമ്മുടെ രഞ്ജി പണിക്കർ എഴുതുന്ന നെടുങ്കൻ ഡയലോഗുകളൊക്കെ മമ്മൂട്ടി പറയുമ്പോൾ കിട്ടുന്ന രഞ്ജി ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ ഗാംഭീര്യം ആ ഡയലോഗുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. രഞ്ജിയുടെ ഡയലോഗുകൾ 2 പേരാണ് ഏറ്റവും ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുള്ളത്, മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമാണ്. അവർ 2 പേരും പറയുമ്പോൾ ഈ ഡയലോഗിൻ്റെ ഒരു ഭംഗി ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരും. ഓർമ്മയുണ്ടോ ഈ ചോദിക്കുവരും. ഏതായാലും അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു അസാന്നിധ്യം മലയാള സിനിമയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. മലയാള സിനിമക്കെന്നല്ല, തെന്നിന്ത്യൻ സിനിമ. അതെ, എത്രയും പെട്ടെന്ന് മമ്മൂട്ടി അത് മാത്രമോ, മമ്മൂട്ടി ചരിത്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലും വിശേഷിച്ചും അംബേദ്കർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അംബേദ്കർ ഞാൻ ആ സിനിമ കണ്ടാണ്. അംബേദ്കർ അവതരിപ്പിച്ച അപ്പോൾ അതിനകത്തുള്ള ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനൊക്കെ മമ്മൂട്ടി വളരെ ശ്രദ്ധിച്ചാൽ ചെയ്തിരിക്കുന്നത്. എന്തൊരു ശബ്ദമാണ്! ആ ശബ്ദത്തിൻ്റെ ഭംഗിയിൽ ഇംഗ്ലീഷ് പറയുമ്പോഴും അത് നമുക്ക് അത് ഇംഗ്ലീഷായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ബാക്കി ഏതായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് മമ്മൂട്ടി തിരിച്ചു വരണം. അല്ല, മമ്മൂട്ടി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളാണ്, ആശങ്കപ്പെടാനൊന്നുമില്ല. അദ്ദേഹം വളരെ പെട്ടെന്ന് മമ്മൂട്ടി തിരിച്ചു വരട്ടെ. തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരണം. മമ്മൂട്ടിയുടെ സിനിമകൾ കാണാൻ മലയാളിയല്ല, ലോകം കാത്തിരിക്കുകയാണ്. അല്ല, നമുക്ക് ഇനിയും അവസരം ഉണ്ടാകും. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.